അപ്പോൾ കാസർഗോഡിൻ്റെ മെയിൻ അട്രാക്ഷനായ ബേക്കൽ കോട്ട. പിന്നെ പറയാനുള്ള മെയിൻ കേസ് പ്ലാസ്റ്റിക് കൊണ്ടുവന്ന് ഈ കള്ളത്തിൽ. ഹലോ ഗായ്സ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ട്രിപ്പ് നമ്മൾ പോകുന്നത് കണ്ണൂർക്കാണ്. കണ്ണൂർ കാസർഗോഡ്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിനെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ട്രെയിൻ ഇറങ്ങി ഓട്ടോ പിടിച്ച് നേരെ പോയത് സെൻറ്റ് ആഞ്ചലോ ഫോർട്ടിലേക്കാണ് കണ്ണൂർ. ഇനി അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഹായ് ഗായ്സ്, ഞാനിപ്പോൾ ഉള്ളത് സെൻറ്റ് ആഞ്ചലോ ഫോർട്ട് കണ്ണൂരിലാണ്. കണ്ണൂരിൽ നിന്നും ഏകദേശം 2.5 കിലോമീറ്റർ അകലെയാണ് ഈ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ ഉൾവശം ഒന്ന് കയറി കണ്ടു വരാം. കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് 60 രൂപയാണ് ഓട്ടോയ്ക്ക് ഫോർട്ടിലേക്ക് വരാൻ. ഫോർട്ടിലേക്ക് കയറിയിട്ട് നമ്മൾ ആദ്യം ടിക്കറ്റ് എടുക്കാനാണ് പോയത്. ഒരാൾക്ക് 25 രൂപയാണ് ടിക്കറ്റ് കേട്ടോ. ഇന്ത്യക്കാർക്ക് 25 രൂപയും ഫോറിനേഴ്സിന് 300 രൂപയും. ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് നേരെ കയറാം ഉള്ളിലേക്ക്. 2 ടിക്കറ്റ് എടുത്ത് 2 പേരുണ്ടായിരുന്നു. ൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച് 188 വർഷം അവർ ഭരിച്ച സെൻറ്റ് ആഞ്ചലോ ഫോർട്ട്. ഒട്ടനവധി മലയാളം സിനിമകളും അന്യഭാഷ സിനിമകളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം കഴിവതും ഈ വെയിലൊക്കെ ഒന്ന് അടങ്ങിയിട്ട്, അതായത് വെയിലൊന്ന് താന്നിട്ട് വരാൻ നോക്കുക. കണ്ണൂർ കോട്ടയുടെ മറ്റൊരു പ്രത്യേകത, ഇവിടെ നിന്ന് തലശ്ശേരി കോട്ട, അതായത് 21 കിലോമീറ്റർ അകലെയുള്ള തലശ്ശേരി കോട്ടയിലേക്ക് കടലിനടിയിലൂടെ ഒരു തുരങ്കമുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. കണ്ണൂർ കോട്ടയോട് ചേർന്നൊരു ഹാർബർ ഉണ്ട് കേട്ടോ. ആ ഹാർബറാണ് ഇപ്പോൾ കാണുന്നത്. വലിയ ഹാർബറാണ്, നിറയെ ബോട്ടുകളും മത്സ്യബന്ധന ബോട്ടുകളെല്ലാം നിറയെ ഉള്ള ഒരു ഹാർബറാണിത്. ഒരു 3-4 മണിക്കൂർ കാണേണ്ട കാഴ്ചകളുണ്ട് കണ്ണൂർ ഫോർട്ടിൽ. കണ്ണൂർ ഫോർട്ടിൻ്റെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കിനി അറക്കൽ മ്യൂസിയത്തിലേക്കാണ് പോകേണ്ടത്. ഇനി അവിടുത്തെ കാഴ്ചകൾ കാണാം. അറക്കൽ മ്യൂസിയം കേരളത്തിലെ ഏക മുസ്ലിം രാജകുടുംബമായിരുന്നു അറക്കൽ മ്യൂസിയം. അതുകൊണ്ട് തന്നെ എന്തായാലും കണ്ണൂർ പോയാൽ ഇവിടെ കാണണമെന്ന് നിർബന്ധമായിരുന്നു. മ്യൂസിയത്തിലേക്ക് കയറാനായിട്ട് പാസ്സൊന്നും ഉണ്ടായിരുന്നില്ല. അകത്തേക്ക് കയറി നമുക്ക് കുറേ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ഡീറ്റെയിൽസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. രാജകുടുംബാംഗങ്ങൾ ഉപയോഗിച്ചിരുന്ന മേശ, കസേര, പാത്രങ്ങൾ, തൂക്കുവിളക്കുകൾ എന്നിവ നമുക്കിവിടെ കാണാൻ പറ്റും. കൂടാതെ എടുത്തു പറയേണ്ട ഒന്നാണ്, വിശുദ്ധ ഖുറാൻ്റെ എഴുത്തുപ്രതികൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അത് കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊക്കെ അവർ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും അനുബന്ധ വസ്തുതകളുമാണ്. കണ്ണാടികളും പിന്നെ ഒരു കസേരയുണ്ട് അവരിയ്ക്കുന്ന. അതുപോലെ അവർ ഉപയോഗിച്ചിരുന്ന ഒരു അലമാര, പാത്രങ്ങൾ, ഹുക്ക വലിക്കുന്ന ഒരു ഉപകരണം. ഏകദേശം ഒരു 1-2 മണിക്കൂർ കാണേണ്ട കാഴ്ചകൾ അറക്കൽ മ്യൂസിയത്തിലുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് കണ്ടിട്ട് നേരെ പോകേണ്ടത് പയ്യാമ്പലം ബീച്ചിലേക്കാണ്. ഇവിടെ നിന്നൊരു ഓട്ടോ പിടിക്കണം. അത്യാവശ്യം 2-3 കിലോമീറ്ററേ ഉള്ളൂ പയ്യാമ്പലം ബീച്ചിലേക്ക്. അങ്ങോട്ടേക്ക് പോകാം. ഇതാണ് പയ്യാമ്പലം ബീച്ച്. നമ്മുടെ കോട്ടയിൽ നിന്ന് ഒരു 4 കിലോമീറ്ററോളം ഉണ്ട് ഇവിടെ എത്താൻ. വലിയ ബീച്ചല്ല, എന്നാലും ആളുകൾ അത്യാവശ്യം വരുന്നുണ്ട്. കാര്യം ഇവിടെ വാക്ക് വേ ഒക്കെ ഉണ്ട്. അപ്പോൾ ഈവനിങ്ങൊക്കെ വന്ന് ഫുഡ് കഴിച്ച് കുറച്ച് നേരം വൈബ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണിത്. നമ്മുടെ മുഴുപ്പിലങ്ങാടി ബീച്ചിൻ്റെ അത്രയും വലുപ്പമൊന്നുമില്ല, എന്നാലും നല്ല രസമുണ്ട്. ഇവിടെ വൈകുന്നേരമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണിത്. മുഴപ്പിലങ്ങാട് ബീച്ചിന് അത്ര വലുപ്പമില്ലെങ്കിലും അത്യാവശ്യം വലിയൊരു ബീച്ചാണ് പയ്യാമ്പലം ബീച്ച്. ഇവിടെ വൈകുന്നേരം വന്നാൽ നിരവധി ഫുഡ് സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫുഡുകളും കഴിക്കാൻ. അപ്പോൾ ഞാനൊരു കല്ലുമ്മക്കായും കുറച്ച് മോമോസ്, എഗ് കുൽഫിയൊക്കെ കഴിച്ചായിരുന്നു. കാഴ്ച കണ്ടിട്ട് അങ്ങോട്ടേക്ക് പോകും. ബീച്ച് കുറച്ച് നേരം ചുറ്റി കണ്ടതിന് ശേഷം കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ഞാൻ പറഞ്ഞില്ലേ, നല്ല ഫുഡായിരുന്നു കേട്ടോ. ലൊട്ട, എഗ് കുൽഫി, അങ്ങനെ കുറേ കല്ലുമേക്കായ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. അവിടെ നേരെ ഒരു ഓട്ടോ പിടിച്ച് നേരെ നമുക്ക് വീട്ടിലേക്ക് വിട്ടു. കാഞ്ഞങ്ങാടായിരുന്നു ഞങ്ങളുടെ സ്റ്റേ. രാത്രി തന്നെ കാഞ്ഞങ്ങാട് എത്തിയായിരുന്നു. അങ്ങനെ ഒരു റൂം എടുത്തിട്ട്
കാഞ്ഞങ്ങാട് നിന്നാണ് നമ്മളിന്ന് ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ ബേഗൽ ഫോർട്ടിലേക്ക് പോകുന്നത്. ബസ്സിൽ കയറുന്നതിന് മുമ്പ് നല്ലൊരു ഫ്രൂട്ട് സർബത്ത് കുടിച്ചു കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു. ബസ്സിൽ കയറി നമ്മൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് 20 രൂപയായിരുന്നു, അതായത് കാഞ്ഞങ്ങാടായിരുന്നു ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്ത്. കാഞ്ഞങ്ങാട് നിന്ന് 20 രൂപ കൊടുത്താൽ നമുക്ക് ബേഗൽ ഫോർട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്ന് ബസ് ഇറങ്ങാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻട്രൻസ് കണ്ടില്ലേ, അവിടെ നിന്ന് ഏകദേശം കുറച്ച് ദൂരം നടക്കാണ്ട് ഉള്ളിലേക്ക്. രണ്ട് സൈഡിലും മറ്റേ ചെങ്കൽ വെച്ച് വോൾ ചെയ്തേക്കുന്നത്, അങ്ങ് റോഡ് മുതൽ അങ്ങറ്റം വരെ. ഇവിടെ നമുക്ക് അകത്തേക്ക് പോകാൻ ഓട്ടോയൊക്കെ ഉണ്ട്. ഞങ്ങൾ ഈ വീഡിയോ ഒക്കെ കിട്ടാൻ വേണ്ടി നടന്നു പോകാമെന്ന് വെച്ചു. പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞില്ലേ, ആ എൻട്രൻസിൻ്റെ അവിടെ തന്നെ ഒരു അഗസ്സറ ഹൊള്ളെ എന്നൊരു സ്ഥലമാണത്. ഗവൺമെൻറ് UP സ്കൂൾ അഗസ്സറ ഹൊള്ളെ എന്ന് പറഞ്ഞ സ്കൂളുണ്ട്. അതാണ് സ്കൂൾ. പണ്ട് നമ്മൾ സിനിമയിലേക്ക് കാണുന്ന പോലത്തെ പഴയ സ്കൂളിൽ നമ്മൾ നടന്ന് ഏകദേശം ഇവിടെ എത്തുമ്പോൾ നമുക്ക് കോട്ട കാണാൻ പറ്റും ദൂരെ നിന്ന്. ഇതാണ് കോട്ടയുടെ പുറം വശം. ഇവിടുന്ന് ഒരു 20 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ ടിക്കറ്റ് കൗണ്ടറാണ്, നമുക്ക് പോയി ടിക്കറ്റ് എടുക്കാം. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വരാം. ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് ഇന്ത്യക്കാർക്ക് 25 രൂപയും ഫോറിനേഴ്സിന് 300 രൂപയാണ് ടിക്കറ്റ് എടുക്കുക. 2 ടിക്കറ്റ്. ഒരാൾക്ക് 25 രൂപയാണ് കാശ്. അപ്പോൾ ടിക്കറ്റ് എടുത്തു, ഇനി അകത്തേക്ക് കയറാം. വലിയ ഫോട്ടോ ആണ് കേട്ടോ, വലിയ ഫോട്ടോ ആണിത്. നമുക്ക് അതിൻ്റെ എൻട്രൻസ് ഇവിടെ അകത്തേക്ക് കയറാം. കല്ലൊക്കെ ഇറക്കി വെച്ചേക്കുന്നില്ല, പണിയാനായി. 8 മണിക്കുണ്ട് കേട്ടോ വിസിറ്റ് ടൈം. എത്തിക്കിടക്കുന്ന അമ്പലമാണല്ലോ. ഇവിടെ എന്താ മെയിൻ്റനൻസ് വർക്ക് നടക്കാൻ തോന്നുന്നു. ചെങ്കലൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ചിലപ്പോൾ ചുറ്റുമതിലെല്ലാം കെട്ടാനായിരിക്കും. ഇവിടെ അമ്പലമുണ്ട് കേട്ടോ എൻ്റെ ഉള്ളിൽ, ശ്രീ മുഖ്യ പ്രാണ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അമ്പലം ഉണ്ടത്. അപ്പോൾ അമ്പലത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടാണ് നമുക്ക് പോയിട്ടത്. അതാണ് സ്റ്റാർട്ടിങ് പോയിൻറ്റ്. ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഇപ്പോൾ ടേൺ ചെയ്ത് റൈറ്റിലേക്ക് കയറാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ജസ്റ്റ് എൻട്രൻസ് പോലെ. നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു 4 ഡൈവേർഷനുണ്ട്. നമ്മൾ വരുന്ന വഴി റൈറ്റിലോട്ട് ലെഫ്റ്റിലോട്ട് നേരെ. വലിയ സ്ഥലമാണ് കേട്ടോ, നല്ല വിസ്താരമുണ്ട്, നല്ല വലിപ്പമുള്ള കോട്ടയാണിത്. ഡ്രിങ്കിങ് വാട്ടർ, ടോയ്ലറ്റ്സ് അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മുടെ മെയിൻ ഫോർട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. കണ്ടില്ലേ? അതിന് നമുക്ക് ഈ വഴി നടന്ന് കുറച്ചുകൂടെ പോകണം. നമുക്ക് ആദ്യം മെയിൻ ഫോർട്ടിലേക്ക് പോയിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാം. രാവിലെ ആണ്ട് വിസിറ്റേഴ്സ് കുറവാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് പ്രൈവസി കുറച്ച്, അതായത് വീഡിയോ എടുക്കാനും ഇരിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഇഷ്ടമല്ല, തിരക്ക് കുറവായതുകൊണ്ട്. അപ്പോൾ ഇതാണ് കോട്ടയുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ബേഗൽ കോട്ടയുടെ മെയിൻ അട്രാക്ഷൻ തന്നെ ഈ ഒരു നടുക്ക്, ഏകദേശം ഈ കോമ്പൗണ്ടിൻ്റെ നടുക്കായിട്ട് നിൽക്കുന്ന ഈ ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ അതിന് ചുറ്റും ഒരു നോർമൽ കോമ്പൗണ്ട് ഉണ്ട്. അതിന് ഏറ്റവും ഔട്ടറായിട്ട് വലിയൊരു ലെയറുണ്ട്, അതായത് കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സൈഡും പിന്നെ കരയോട് ചേർന്ന് കിടക്കുന്നു. അതാണ് ഈ ഫുൾ ബേഗൽ കോട്ടയുടെ സ്ട്രക്ചർ. നമുക്ക് പോകുന്നത് അതും ചെങ്കൽ വെച്ച് പാകിയൊരു വഴിയാണ്. അതെ, ചെങ്കല്ല് ഫുൾ ചെങ്കലാണ് ഇവിടെ കേട്ടോ. അപ്പോൾ മെയിൻ്റനൻസ് വർക്ക് ചെയ്യുന്നത് ഒരു ചെങ്കൽ വെച്ച് തന്നെയാണ്. അതൊക്കെ ഉണ്ട്, ഇപ്പോൾ ഇഷ്ടംപോലെ ഉണ്ട്. കാസർഗോഡും കണ്ണൂരൊക്കെ കൂടുതൽ ഇപ്പോൾ വീട് വെച്ചാണ് കഴിക്കുന്നത്. കുറേ ചെടികളൊക്കെ ഉണ്ട് ചുറ്റുമായിട്ട്. നമുക്ക് സിനിമയിലേക്ക് കാണുന്ന ആ ഒരു ഭാഗമല്ലേ കോട്ടയുടെ, അതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് നമുക്ക് അതിൻ്റെ മുകളിലത്തെ വീഡിയോ ഒക്കെ എടുക്കാം. ഓട്ടം അതിൽ കുറച്ചൊക്കെ ഇളകി പോയിട്ടുണ്ട്. അപ്പോൾ അവരത് ആ കട്ടകൾ തന്നെ വെച്ച് റീപ്ലേസ് ചെയ്യുകയാണ് കേട്ടോ. ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരാ പഴമ പോവാതെ അതേ രീതിയിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. കോട്ടയുടെ 4 സൈഡിലുമുള്ള ഓരോ വട്ടങ്ങളാണ്, അതായത് 4 മൂലകളിലും എല്ലാ കോട്ടകളും ഉള്ള പോലെ തന്നെ ഓൾറെഡി ഒരെണ്ണം ഉണ്ട്. അത് ഏറ്റവും ഔട്ടർ സൈഡിലാണ്, അതിൻ്റെ ഉള്ളിലായിട്ട് തന്നെ. അതായത് മെയിൻ ഒരു കോമ്പൗണ്ടിനെ കവർ ചെയ്തുകൊണ്ട് 4 സൈഡിലുണ്ട്. അതാണിത്.
പിന്നെ അതിനോട് ചേർന്നൊരു ബിൽഡിംഗ് ഉണ്ട്, അമ്പലം പോലെയൊക്കെ ഇരിക്കുന്നത്. എന്താണെന്ന് പോയി നോക്കാം. അടച്ചേക്കുന്നൊരു ബിൽഡിംഗ് ഉണ്ട്. അതിനകത്ത് ഇപ്പോൾ എൻട്രി ഇല്ല, കാര്യം എന്തോ വർക്കേഴ്സൊക്കെ സ്റ്റേ ചെയ്യുന്ന അവിടെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ അതേ ചെങ്കൽ കൊണ്ട് തന്നെ അവർ മെയിൻ്റനൻസ് വർക്ക് ചെയ്യുകയാണ്. അത് കോട്ട മതിലിൽ കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, അപ്പോൾ അതൊക്കെല്ലാം കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരു കേസ്, നിങ്ങൾ ഇവിടെ വരുമ്പോൾ നല്ല വെയിലാണ്, എന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത വെയിൽ. കാരണം ഞാൻ തൊപ്പി വെച്ചിട്ട് പോലും പറ്റണില്ല. അപ്പോൾ കുടയോ അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ സൺസ്ക്രീമൊക്കെ എടുത്തിട്ട് വരിക, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ കോട്ടയുടെ നടുക്ക് ഏകദേശം ഏകദേശം എൻട്രൻസിൻ്റെ അവിടെ ആയിട്ടൊരു കുളം പോലൊരു സ്ട്രക്ചറുണ്ട്. അതായത് പണ്ട് കാലത്ത് കുതിരയ്ക്കൊക്കെ വെള്ളം കൊടുത്തുകൊണ്ടിരുന്ന ഒരു കുളമാണ്, കുതിരക്കുളമാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ല, എൻട്രൻസിൽ നിന്ന് നമ്മൾ നേരെ ലെഫ്റ്റ് തിരിഞ്ഞാണ് പോയത്. അപ്പോൾ റൈറ്റ് തിരിഞ്ഞ് നേരെ വരുമ്പോൾ നമ്മൾ ബീച്ച് സൈഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് ദൂരമുണ്ട്, നമുക്ക് പതിയെ നടന്ന് അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി, അവിടെ നിന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അവിടെ നിന്ന് ഫുള്ള് കറങ്ങി നമുക്ക് കണ്ട് അവിടെ എത്താം, ബീച്ചിൻ്റെ അപ്പുറത്തെ സൈഡിലെത്താം. ആ നടന്നിങ്ങനെ വരുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ല ഒരു കുതിരക്കുളം, അതുപോലത്തെ ഒരു കുളം ഇവിടെ ഉണ്ട്. കുതിരക്കുളം അല്ല, ഇത് കുതിരക്കുളം അല്ലെന്ന് തോന്നുന്നു, കുളിക്കുന്ന കുളമാണെന്ന് തോന്നുന്നു. ഉണ്ട്, അതിൻ്റെ ഇതിൽ മീനൊക്കെ ഉണ്ട്, കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇവിടുത്തെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ എടുക്കുന്ന രീതിയിലാണെന്ന് തോന്നുന്നു ഇപ്പോഴും. 17-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ശിവപ്പ നായിക് എന്ന് പറയുന്ന ഒരാളാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അറബിക്കടലിൻ്റെ തീരത്തായിട്ട് 35 ഏക്കറിലാണ് ഈ ബേക്കൽ കോട്ട പരന്ന് കിടക്കുന്നത്. ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ തന്നെ പ്രധാനപ്പെട്ട കോട്ടകളിൽ ഒന്നാണ് ഈ ബേക്കൽ കോട്ട. കാസർഗോഡ് വരുന്നവർ എന്തായാലും ബേക്കൽ കോട്ട മിസ് ചെയ്യരുത്. കാരണം കാസർഗോഡിൻ്റെ ഒരു ഒരു സിഗ്നേച്ചർ ഒരു പോയിൻ്റാണ് ബേക്കൽ കോട്ട. അപ്പോൾ എന്തായാലും കാസർഗോഡ് വരുന്നവർ ബേക്കൽ കോട്ട വരിക. അടുത്താണ്, കാഞ്ഞങ്ങാട് ഇറങ്ങിയ ഒരു 20 രൂപയുടെ പോയിൻ്റേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. സ്വന്തം വാഹനത്തിൽ വരുന്നവർക്കും അല്ലാതെ പബ്ലിക് ട്രാൻസ്പോർട്ട് വഴി വരുന്നവർക്കും ഈസിയാണ് ഇവിടെ വന്ന് എത്തിച്ചേരാൻ. അപ്പോൾ നമ്മൾ ബീച്ച് സൈഡിനോട് ചേർന്നുള്ള അവിടെ എത്തുമ്പോൾ ദൂരെ നമുക്ക് കടലിലുള്ള ബോട്ടൊക്കെ പോകുന്നതാണ്. നമ്മളെ ബീച്ചിനോട് ചേർന്നൊരു വാതിലുണ്ട്, അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഇറങ്ങി നോക്കാം. ഓക്കെ ഇതിലിറങ്ങിയ ഒരു കൽപ്പടകളുണ്ട് കേട്ടോ. ഇതിൽ ഇറങ്ങി നമുക്ക് ബീച്ചിലേക്ക് എത്താൻ പറ്റും. കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. ഈ കോട്ട മൊത്തം ചുറ്റിക്കാണെങ്കിൽ കുറേ സമയം എടുക്കും. ഇവിടെ വന്ന് ഇരിക്കാനൊക്കെ സ്ഥലമൊക്കെ ഉണ്ട്. അതിലേയും നമുക്ക് ഇറങ്ങി വരാൻ പറ്റും, അതിലേയും പടവുകളുണ്ട് കേട്ടോ. മറു സൈഡിൽ നിന്ന് ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി നമുക്ക് അവിടേക്ക് എത്താൻ പറ്റും. ഇവിടെ ഫോർട്ട് മെയിൻ്റെനൻസ് ചെയ്യുന്നതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ചെടികളൊക്കെ വെട്ടി വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. എത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കയറി വരുന്നത് തന്നെ ബീച്ച് സൈഡിലേക്കാണ്. നമുക്ക് ബീച്ചേ കാണാൻ പറ്റും. അപ്പോൾ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ഉണ്ട് അവിടെ കടൽ തീരമുണ്ട്. ഇവിടെ കോട്ടയുടെ ഭാഗങ്ങളുണ്ട്. ഇവിടെ ഈ കല്ലുണ്ട്, ഈ കല്ലിൽ ഇറങ്ങലെന്ന് അവർ പറയുന്നുണ്ട്. കാരണം വഴുവഴുക്കളുള്ളതുകൊണ്ട് വരുന്നവർ പ്രോപ്പറായിട്ട് വന്ന് സേഫ്റ്റി നോക്കിയിട്ട് ഇവിടെ നിൽക്കാവുള്ളൂ. ഇപ്പോൾ ജാഗ്രതാ ബോർഡ് വെച്ചിട്ടുണ്ട്. കടൽ റഫാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുകളിലൊന്നും കയറില്ലെന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്നുള്ള കടലിൻ്റെ ആ ഒരു രംഗങ്ങളൊക്കെ കാണാം. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ കാണാൻ വരുന്നവർ പ്ലാസ്റ്റിക് കൊണ്ട് ഇവിടെ ഇടരുത്. നല്ല നല്ല സ്ഥലങ്ങൾ അവർ എത്ര കഷ്ടപ്പെട്ട് റെഡിയാക്കി വെച്ചാലും കുറച്ച് പേര് വന്നത് നശിപ്പിക്കും. കണ്ടോ, ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഇവിടെ വരുന്നവർ അതായത് കോട്ട കണ്ടിട്ട് ഈ കല്ലിലേക്കൊന്നും ഇറങ്ങാൻ ശ്രമിക്കരുത്. കാരണം റഫ്സിയാണ്. അപ്പോൾ കണ്ടില്ലേ, കാണാൻ പറ്റും നമുക്ക് തിരമാലയൊക്കെ ഭയങ്കര ശക്തിയാണ് അടിക്കുന്നത്. കടലിൽ ഈ പാറയിലൊക്കെ വഴുവഴുക്കലുള്ളതുകൊണ്ട് ഇവിടെ ഇറങ്ങുകയാണെങ്കിൽ ഇനി വെള്ളത്തിൽ വീഴാനും നമുക്ക് അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉണ്ടോ, അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കുക. സേഫ്റ്റി നോക്കി അവിടെ നിൽക്കാവുള്ളൂ. സേഫ്റ്റി നോക്കി വരിക, കണ്ടിട്ട് പോവുക. പിന്നെ പറയാനുള്ള മെയിൻ കേസ്, പ്ലാസ്റ്റിക് കൊണ്ടുവന്ന് ഈ കടൽത്തീരത്തോ ഫോർട്ടിൻ്റെ ഭാഗത്തുനിന്ന് കൊണ്ടിടരുത്. കണ്ടോ, ഭയങ്കര മോശപ്പെട്ട കാര്യമാണ് അത്. നിങ്ങൾ കൊണ്ടുവരുന്നത് നിങ്ങൾ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകുക, അല്ലെങ്കിൽ അവിടെ കറക്റ്റായിട്ട് വേസ്റ്റ് ബിന്നിൽ ഇടുക. അപ്പോൾ ബീച്ച് സൈഡിലെ ഫോർട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ കണ്ട് ഇനി നമുക്ക് വീണ്ടും അകത്തേക്ക് പോയിട്ട് മറ്റേ സൈഡും കൂടെ കണ്ടുവരാം. വലത് സൈഡിലായിരുന്നു നമ്മൾ കയറി. നമുക്ക് ഇവിടെ നോക്കിയാൽ ബീച്ചിൻ്റെ അങ്ങേയറ്റം വരെ കാണാൻ പറ്റും കേട്ടോ.
ബേക്കൽ കോട്ടയിൽ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടു. ഇനി നമ്മൾ നേരെ പോകുന്നത് മലപ്പുറത്തേക്കാണ്. അപ്പോൾ ഇനി മലപ്പുറത്തെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഗൈസ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കണേ. അതുകൂടാതെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടിപൊളി വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൊണ്ട് ക്ലിക്ക് ചെയ്യണേ.